പിതാവിൻ്റെ രൂപതാ കുടുംബത്തിൽപ്പെട്ട 2 സഹോദരങ്ങളാണല്ലോ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ധാരാളം പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ വനരോധനങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരണത്തിൽ നമുക്ക് ഇനി മുൻപോട്ട് പിതാവെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം വളരെ ശക്തമായ ഒരു ബഹുജന രോഷം ഇതിൻ്റെ പിന്നിലുണ്ടായെങ്കിൽ എന്തെങ്കിലും സാധ്യമാവുള്ളൂ എന്നാണ് നമുക്ക് പല ജനപ്രതിനിധികളിൽ നിന്നൊക്കെ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? വളരെ ദാരുണമായ സംഭവമാണ്. നമ്മുടെ എല്ലാ മനസ്സിൽ വലിയ ദുഃഖഭാരമുള്ള സമയം. സത്യത്തിലൊരു നാടിനെ മുഴുവനും വലിയ വേദനയിലാഴ്ത്തിയ സംഭവമാണിത്. വന്യമൃഗങ്ങൾ വീട്ടുമുറ്റത്തേക്കും വീട്ടകത്തേക്കും കയറി വന്നിട്ട് മനുഷ്യനെ കൊലപ്പെടുത്താനിടയാകുക എന്ന് പറയുന്നത് കിരാതമായ ഒരു കാട്ടുനീതി നടക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനകത്ത് അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് അടിയന്തരമായ ഇടപെടലുകൾക്ക് സർക്കാർ സംവിധാനങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരുമിച്ച് നിലപാടെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനത്തിൻ്റെ ഒരു വലിയ വികാരമായിട്ട് മാറുന്നത് സ്വാഭാവികമാണ്. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ആരും ഇതിനെ കാണുകയില്ല. ഇവിടെയൊക്കെ ബഫർ സോൺ ഏരിയ തന്നെയാണ്. ഇത് കാട്ടുപ്രദേശമല്ല. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് 80-90 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കുടിയേറി പാർത്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ കാടുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പാടില്ല. ബഫർ സോണൊക്കെ സേഫ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പരക്കെ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബഫർ സോണിൽ ഖനനം പോലെയുള്ള പ്രവൃത്തികൾ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള. പക്ഷേ ഇപ്പോൾ ബഫർ സോണിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കാട്ടുമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്കും വീട്ടിലേക്കും കയറി ചെന്നിട്ട് ആളുകളെ കൊലപ്പെടുത്തുന്ന വലിയൊരു ദുർഭകാവസ്ഥയാണിത്. ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. എനിക്കിത് ഈ നാട്ടിലെന്നല്ല ഒരിടത്തും ആവർത്തിക്കാനായിട്ട് പാടില്ലാത്ത വിധമുള്ള കൃത്യമായ നിയമബന്ധിതമായ നിലപാടുകൾ ഉണ്ടാവണം. അതിന് ഭരിക്കുന്ന സർക്കാരുകൾ, സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് പരിശ്രമിക്കണം. അല്ലാത്ത പക്ഷം ജനങ്ങൾ തീർച്ചയായിട്ടും പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കും. അതിന് സംശയമൊന്നുമില്ല. ഇതിനോടകം തന്നെ അങ്ങനെയുള്ള സൂചനകൾ ഉണ്ടായിക്കഴിഞ്ഞു. പല സമയത്തും ഇത് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗൗരവമായ നടപടികളൊന്നും അത്ര കണ്ട് ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യരുടെ, ഈ നാട്ടുകാരുടെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ആരാണ് വാദിക്കുന്നത്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനകത്ത് മനുഷ്യന് ജീവിക്കാൻ അവകാശമില്ലേ? ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള വലിയ ബാധ്യത നാടിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ സർക്കാരുകൾക്കുണ്ട്. സംരക്ഷിക്കുവാനുള്ള ബാധ്യത. അതിന് നിയമപരമായ അമെൻമെൻറ്റ്സ് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ ഈ അടിയന്തര സാഹചര്യം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സർക്കാരുകളോട് ഞങ്ങൾ ഒരുമിച്ച് ഈ ജനങ്ങളുടെ വികാരമായിട്ടിത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.